പേരിൽ കൈയുണ്ടെങ്കിലും മടിക്കൈയിലെ ജനങ്ങളുടെ മുഷ്ടി ചുരുട്ടിയ കൈകൾ 7.5 പതിറ്റാണ്ടോളമായി ഇടതുപക്ഷത്തിനൊപ്പമാണ്. ഇവിടുത്തെ മണ്ണിന് ചുവപ്പ് നിറമാണെന്ന് ജനങ്ങൾ പറയും. ഒന്ന് കാതോർത്താൽ ജന്മിത്വത്തിന്റെ ചങ്ങലകൾ തച്ചുടച്ച ഇൻകുലാബ് മുദ്രാവാക്യങ്ങൾ കേൾക്കാം. 1950-കൾക്ക് മുന്നേ മടിക്കൈയിലെ പ്രാദേശിക ഭരണകൂടത്തെ തെരഞ്ഞെടുത്തു വന്നിരുന്നത് പ്രദേശത്തെ ജന്മി കുടുംബമായിരുന്നു. തിരുവായ്ക്കെതിർവായില്ലാത്ത കാലം. ആരും ഈ സമ്പ്രദായത്തിനെതിരെ രംഗത്തു വന്നില്ല. എന്നാൽ ജന്മിമാരുടെ ഭരണത്തിനെതിരെ ജനകീയരായ സ്ഥാനാർത്ഥികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്തിറക്കി. ഏതാണ്ടത് 75 വർഷക്കാലം പൂർത്തിയാകുകയാണ്. ഒരുപാട് കർഷക പോരാട്ടങ്ങളുടെ ഒരു വിളനിലമാണ് മടിക്കൈ. അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ കയ്യൂർ സമരത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് സ്ത്രീകൾ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഭാഗമായിട്ടാണ് മടിക്കൈ ഇന്ന് ഈ നിലയിലും ആവേശപൂർവ്വം ഞങ്ങൾക്കെല്ലാം വഴികാട്ടിയായി നിൽക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം ഇത്തവണ മടിക്കൈയിൽ ജനവിധി തേടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത പറഞ്ഞു. ജനങ്ങൾ തീരുമാനിക്കുന്ന പദ്ധതികൾ, അത് ഗ്രാമസഭയിൽ ഏറ്റെടുത്ത് നടത്തിയ പദ്ധതികൾ തന്നെയാണ് നമ്മൾക്ക് അവസാന പ്രൊജക്റ്റായിട്ട് മാറുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വലിയൊരു മുന്നേറ്റം നമ്മുടെ നാടിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പദ്ധതി പ്രവർത്തനം പൂർണ്ണമായി തന്നെ നമ്മൾക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. UDFന് ഒരൊറ്റ അംഗം പോലുമില്ലാത്ത മടിക്കൈ പഞ്ചായത്തിൽ പ്രതിപക്ഷമായുള്ളത് ഒരൊറ്റ അംഗം മാത്രമുള്ള BJP ആണ്. മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 10-25 വർഷക്കാലമായി നല്ല വേരോട്ടമുള്ള ഒരു പാർട്ടിയാണ്. 4000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ BJPയും CPM മാത്രം നിലവിലുള്ളൂ. മടിക്കൈ പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. രാജ്യത്ത് ആദ്യമായി ജനകീയ ഇടപെടലിലൂടെ ജന്മിത്വം അവസാനിപ്പിച്ച മണ്ണാണിതെന്നാണ് പഴമക്കാർ പറയുന്നത്. മടിക്കൈ ഉൾപ്പെടുന്ന നീലേശ്വരം ദയാങ്ക മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാണ് 1957-ൽ EMS കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായത്. മടിക്കൈ പഞ്ചായത്തിലെത്തിയാൽ ആദ്യം കാണുന്നത് EMSന്റെയും മഹാത്മാഗാന്ധിയുടെയും ചിത്രമാണ്. റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, കാസർഗോഡ്.